നായവെള്ളാട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് ജില്ലയിലെ നായയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണ് നായവെള്ളാട്ട്. ഈ ഒരു ക്ഷേത്രത്തിലെ കോമരങ്ങൾ മനുഷ്യരൂപം വെടിഞ്ഞ് ഭ്രാന്തൻ നായയെപ്പോലെയാവുന്ന നിമിഷങ്ങളാണ് ഇത്. കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി കുലവൻകാവിലാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് നടക്കുന്നത്. കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു ഉത്സവാഘോഷ ചടങ്ങാണ് നായവെള്ളാട്ട്. സർവ്വചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെന്ന വിശ്വാസത്തോടെ നടത്തപ്പെടുന്ന ഇത്തരം ചടങ്ങുകൾ നമ്മുടെ കാവുകളിലെല്ലാം കാണാൻ കഴിയും. നമ്മളിത് കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന ചില നിമിഷങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. ആളുകളുടെ അരികിലേക്ക് നായയെപ്പോലെ കുരച്ചു ചാടി വരുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഭയപ്പെട്ടു പോകും. നായവെള്ളാട്ടം നടക്കുന്ന സമയത്ത് നായയെപ്പോലെയാകുന്ന കോമരങ്ങളെ 3 പേര് വരെ പിടിച്ചാണ് നിയന്ത്രിക്കുന്നത്. പരസ്പരം കടി കൂടാതിരിക്കാനും തിരിഞ്ഞു കടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് വാഴയുടെ തട വായിൽ വെച്ച് കൊടുക്കുന്നു. നായ കടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവലും നാളികേരവും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടും ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് നായയെ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ട് വർഷത്തിലൊരു പ്രാവശ്യം ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു നായവെള്ളാട്ടം കാണുവാനായിട്ട് എത്തിച്ചേരുക.